ഫുട്ബോളിൻ്റെ തറവാട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ്. ഇംഗ്ലണ്ടിൻ്റെ ടീം അങ്ങനെ സെറ്റായിട്ടുണ്ട്. വേൾഡ് കപ്പ് ഈ തവണ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന ആ ആശയവുമായിട്ട്, ആ ശക്തമായ വാക്കുകളുമായിട്ട് ടുഷേലിൻ്റെ പിള്ളേരങ്ങനെ ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, തോമസ് ടുഷേലിൻ്റെ നിയന്ത്രണത്തോടു കൂടി ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ പ്രമുഖരായിട്ടുള്ള കുറച്ച് കളിക്കാരൊക്കെ ഔട്ടായി. ആരും പ്രതീക്ഷിച്ചില്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടാ. കാരണം ഹാരി മഗ്വയറൊക്കെ ടീമിൽ നിന്നും പുറത്തായി പോകുമോ എന്ന് പോലും ഞാൻ ഇതുവരെ എൻ്റെ ചിന്തയിൽ പോലും കുറിച്ചിട്ട കാര്യമേ അല്ല. പക്ഷെ അത് സംഭവിച്ചു. ഫിൽ ഫോഡൻ ഔട്ടായി. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പാൽമർ, ലുക്ഷ, അർണോൾഡ് ഇവരൊക്കെ ഔട്ട് 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 ഔട്ട്. ഹാരി മഗ്വയർ ഔട്ടായതാണ് ഏറ്റവും വലിയൊരു ഇത്. എന്താണ് ഇതിന് കാരണം? എന്തു പറ്റി? അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിറയെ സോഷ്യൽ മീഡിയയിൽ ഒഴുകുന്നുണ്ട്. കുറേ പേര് നമ്മുടെ തോമസ് ടുഷേലിനെ നല്ലതുപോലെ വിമർശിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങേരെ കൊണ്ടൊന്നും പറ്റുമൊന്നുമില്ല, ഇങ്ങേര് എന്തൊന്നത്, ഇവന്മാരൊക്കെ കളഞ്ഞിട്ട് ആരെ വെച്ച് കളിക്കാനാണ്, ആ തരത്തിലുള്ള വാക്കുകളും കേൾക്കുന്നുണ്ട് നീളെ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. തോമസ് ടുഷേൽ അദ്ദേഹം നല്ലൊരു കോച്ച് തന്നെയാണ്. ചെൽസിയൊക്കെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ബുദ്ധി കൊണ്ട് കളിച്ച കളിക്കാരൻ തന്നെയാണ് തോമസ് ടുഷേൽ. അങ്ങനെ നമ്മൾ ഒതുക്കി നിർത്തേണ്ട കാര്യമില്ല. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, കിടുക്കാച്ചി പിള്ളേരുടെ ഒരു നിര തന്നെയുണ്ട്. ഇതിൽ നിന്നൊരു 10-26 പിള്ളേരെ സെലക്ട് ചെയ്യേണ്ട ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമുള്ള കളിക്കാരല്ലേ എടുക്കേണ്ടത്, ഫോമിൽ നിലനിൽക്കുന്ന കളിക്കാരല്ലേ എടുക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഈ ഒഴിവാക്കിയ കളിക്കാർക്ക് എന്തെങ്കിലും പരിക്കോ കാരണങ്ങളൊക്കെ കണ്ടെത്തിയത് കൊണ്ടായിരിക്കാം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ തോമസ് ടുഷേലിന് തന്നെ അറിയാം, ഹാരി മഗ്വയർ ആയാലും ഫിൽ ഫോഡൻ ആയാലും ഇവരൊക്കെ നല്ലതുപോലെ, പാൽമർ ആയാലും ഇവരൊക്കെ നല്ല മികവുറ്റ കളിക്കാരാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ഒഴിവാക്കേണ്ട അവസരത്തിൽ ഒഴിവാക്കി, അത്രമാത്രം. പിന്നെ ഇതിലുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുക്കിയിട്ടുള്ള ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് കച്ചമുറുക്കാനായിട്ട് ഒരുക്കിയിട്ടുള്ള പോരാളികൾ അത്ര നിസ്സാരക്കാരൊന്നുമല്ല. മധ്യനിര തന്നെ കിടുക്കാച്ച സാധനവും. ജൂഡ് ബെല്ലിംഗാം നല്ല അടിപൊളി പ്ലെയറാണ്. ജൂഡിൻ്റെ കളി സൂപ്പറല്ലേ, എനിക്കിഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കളി. അതുപോലെ തന്നെ മധ്യനിരയിൽ ജോർദാൻ, ഡക്ലൻ റൈസ് ഇവരൊക്കെ ജൂഡിന് നല്ലതുപോലെ കരുത്ത് പകരുന്നവരാണ്. പിന്നെ ഫോർവേഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റാഷ്ഫോർഡ് ഉണ്ട്, ബുക്കായ സാക്കയുണ്ട്, ഹാരി കെയ്ൻ ഉണ്ട്. ഈ ത്രിമൂർത്തികളുടെ ഒരു വരവ് തന്നെയല്ലേ അല്ലേ. അപ്പോൾ ഫിൽ ഫോഡൻ ഇല്ല എന്നോർത്ത് ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ പാൽമർ പോയി എന്നോർത്ത് കരയേണ്ട കാര്യമൊന്നുമില്ല. ഇനി പ്രതിരോധത്തിൻ്റെ കാര്യം എടുത്താൽ റീസേ ജെയിംസ് ഉണ്ട്, സ്റ്റോൺസ് ഉണ്ട്. അവന്മാർ കിടിലൻ സാധനങ്ങളാണ്, അടിപൊളിയാണ്. ഗ്രൂപ്പ് എല്ലാണ് നമ്മുടെ ഇംഗ്ലണ്ടിന് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ക്രൊയേഷ്യ ഉണ്ട്, അതുപോലെ തന്നെ പനാമയുണ്ട്, പിന്നെ കരീബിയൻ കരുത്ത് ഘാന, ആഫ്രിക്കൻ കരുത്ത് ഘാനയുണ്ട്. അപ്പോൾ ഫസ്റ്റ് മത്സരം തന്നെ ക്രൊയേഷ്യ ആയിട്ടാണ്. അതൊരു കട്ടോര അങ്ങനെ പറയാം, ഒരു കടിച്ച പൊട്ടാത്ത മത്സരം തന്നെയായിരിക്കും ഇംഗ്ലണ്ടിന് കിട്ടിയിട്ടുള്ള ആദ്യത്തെ മത്സരം. ക്രൊയേഷ്യയാണ് അവരുടെ മികവുറ്റ പോരാളി. ഗ്രൂപ്പിൽ ക്രൊയേഷ്യയാണ് ഇംഗ്ലണ്ടിന് ഒത്ത പോരാളി എന്ന് പറയാൻ പറ്റിയൊരു പോരാളി. പിന്നെ ഘാനയും പനാമയും ഇവരൊക്കെ ചെറുതായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. അപ്പം കിടിലനായിട്ടുള്ളൊരു മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിൽ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടിരുന്നു. ഈ ടുഷേൽ ഈ പ്രധാനപ്പെട്ട ഫിൽ ഫോഡന് നമ്മുടെ പാൽമറയൊക്കെ ഒഴിവാക്കിയതിനെ തുടർന്നുള്ള കമൻറ്റുകൾ, അത് ഞാൻ വായിക്കാട്ടോ. അതിൽ വന്നത് ഒരു കമൻറ്റ് ഇതാണ്: 3 കിടുക്കാച്ചി ടീം ഉണ്ടാക്കാനുള്ള സ്കോഡ് ടുഷേൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് കയ്യടി അർഹിക്കുന്നു എന്നുള്ളൊരു കമൻ്റ് ഉണ്ട്. അതുപോലെ വേറൊരു കമൻറ്റ്, പകുതി കളിക്കാരും ഫോമില്ല, ബട്ട് മഗ്വയറിനെ കളഞ്ഞല്ലോ, എൻ്റെ ഹാരി മഗ്വയറിനെ കളഞ്ഞല്ലോ എന്നുള്ളൊരു ചോദ്യമാണ്. പിന്നെ ആചാര്യവേടിക്ക് ഇതാ ബെസ്റ്റ്, ഈ ടീമാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടുഷേലിനെ ബിഗ് സല്യൂട്ട് നേർന്നുകൊണ്ടുള്ള കമൻറ്റുകളും ഉണ്ട്. അപ്പോൾ ടുഷേലിനെ ഒരു വിഭാഗം ആളുകൾ വിമർശിക്കുന്നുണ്ട്, മറ്റൊരു വിഭാഗം ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ടുഷേലിനൊപ്പമാണ്. ടുഷേൽ കണ്ടെത്തിയ ടീം മോശമാകില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രിയപ്പെട്ട തോമസ് ടുഷേലിനോട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു ടീമിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് പരിശീലിപ്പിക്കാനൊരു അവസരം കിട്ടി ഏത് ടീമിനെ പരിശീലിപ്പിക്കുമെന്ന് ഒരു മലയാളി ആരാധകൻ ചോദിച്ചൊരു വീഡിയോ കുറേ കാലം മുമ്പ് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നല്ല നിലയിൽ ഉയർന്നതാണ്. ആ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് കാണിക്കുന്നുണ്ട്, ഒന്ന് കണ്ടു. If you ever get a chance to coach Indian team, will you accept it or not? Only if it's Kerala Blasters. തോമസ് ടുഷേൽ എന്ന മനുഷ്യൻ വളരെ നിഷ്കളങ്കമായി വലിയ ഒരു ഇംഗ്ലണ്ട് ടീമിൻ്റെ വലിയ തലപ്പത്തിരിക്കുന്ന ആളാണ്.
പക്ഷേ ചെൽസിയെ പരിശീലിപ്പിച്ച പരിശീലകനാണ്, വലിയ പദവിയുള്ള മനുഷ്യനാണ്. പക്ഷേ വളരെ നിഷ്കളങ്കമായിട്ട് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കേരളത്തെ തിരിച്ചറിയുന്നുണ്ട്, കേരളത്തിൻ്റെ ഫുട്ബോളിനെ കാണുന്നുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സിനെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള തന്ത്രങ്ങൾ വിജയിക്കുക തന്നെ വേണമെന്നാണ് ഒരു യഥാർത്ഥ ഫുട്ബോൾ ആരാധകൻ, ഒരു പന്തുകളി പ്രേമിയുടെ മനസ്സിലുണ്ടാവേണ്ടത്. അപ്പോൾ തോമസ് ടുഷേൽ ഒരിക്കലും ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞുള്ള ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കളിക്കാരെ തീരുമാനിക്കില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ കപ്പ് സ്വന്തമാക്കണം, ഇംഗ്ലണ്ട് ഈ കപ്പ് നേടണം എന്നുള്ള ആഗ്രഹം തന്നെയാണ്. അപ്പോൾ തോമസ് ടുഷേലിൻ്റെ തന്ത്രങ്ങൾ വിജയിക്കട്ടെ, ഇംഗ്ലണ്ട് കപ്പ് ഉയർത്തട്ടെ. അപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം? അത് കമൻറ്റുകളായിട്ട് അറിയിക്കൂ. കമൻറ്റുകളുമായിട്ട് നമുക്ക് സംവദിക്കാം.